ഹായ് ഓൾ, അഹദ് ഹിയർ. നമ്മുടെ ഇന്നത്തെ അൺറിയൽ എഞ്ചിൻ്റെ പാർട്ട് 1 ട്യൂട്ടോറിയൽ ഞാൻ കവർ ചെയ്യാൻ പോകുന്നത് അൺറിയൽ എഞ്ചിനിലെ വ്യൂ പോർട്ട് എന്താണെന്നും, അതുപോലെ തന്നെ കണ്ടൻറ് ബ്രൗസർ എന്താണെന്നും, ടൂൾ ബാർ എന്താണെന്നും, അതുപോലെ തന്നെ അഡീഷണൽ വരുന്ന ബാക്കിയുള്ള പാനൽസിനെ കുറിച്ചും, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് സെറ്റിങ്സിലെ കുറച്ച് കോൺഫിഗറേഷൻസിൻ്റെ കാര്യങ്ങളൊക്കെ പറ്റിയിട്ടാണ് നമ്മൾ ഇന്നത്തെ ട്യൂട്ടോറിയൽ കവർ ചെയ്യാൻ പോകുന്നത്. അൺറിയൽ എഞ്ചിൻ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ ഇതിന് മുന്നേ ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ അത് ആദ്യം കണ്ടിട്ട് ഇതിലേക്ക് വരുന്നതായിരിക്കും നിങ്ങൾക്ക് കുറച്ചും കൂടെ ബെറ്റർ. ആദ്യം തന്നെ നമുക്കൊരു പ്രോജക്റ്റ് ക്രിയേറ്റ് ചെയ്യണം. ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് 3rd person ഡെസ്ക്ടോപ്പിൽ ക്വാളിറ്റി പ്രീസെറ്റ് മാക്സിമം വെച്ചിട്ടാണ് ക്രിയേറ്റ് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ സ്റ്റാർട്ടർ കണ്ടൻറ്റ് എനേബിൾ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ പ്രോജക്റ്റിന് ഒരു നെയിം കൊടുക്കുക. ഞാനിവിടെ ജസ്റ്റ് പാർട്ട് 1 എന്നാണ് കൊടുത്തിട്ടുള്ളത്. ശേഷം ക്രിയേറ്റ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. കുറച്ച് ടൈം എടുക്കും നമ്മളുടെ പ്രോജക്റ്റ് ക്രിയേറ്റ് ആയി വരാൻ. അതുപോലെ തന്നെ ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന ലാപ്ടോപ്പിൻ്റെ സ്പെക്ക് വന്നിട്ട് ഇൻ്റൽ i7 11th Gen, അതുപോലെ തന്നെ RTX 2050 4GB, അതുപോലെ തന്നെ 16GB റാം. ഈ ഒരു സ്പെക്കാണ് ഞാൻ ഇപ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഈ ഒരു സ്പെക്കിൽ അത്യാവശ്യം ലാഗൊന്നും ഇല്ലാണ്ട് യൂസ് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇനി നിങ്ങളുടെ അടുത്ത് ലോ എൻഡ് PC ആണുള്ളതെങ്കിൽ നിങ്ങൾക്കിതിൻ്റെ റൈറ്റ് സൈഡ് സെറ്റിങ്സിൽ പോയിട്ട് എൻജിൻ സ്കെയിലബിലിറ്റി സെറ്റിങ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിൽ പോയി കഴിയുമ്പോൾ ഇങ്ങനെ ഒരു പോപ്പപ്പ് വരും. അതിൽ നിങ്ങൾക്ക് ലോയിലേക്ക് മാറ്റാം. ലോയിലേക്കോ മീഡിയത്തിലോ ഇട്ടിട്ട് യൂസ് ചെയ്യാനാണ് ലോ എൻഡ് സ്പെക്ക് ഉള്ളവർ. അല്ല, നിങ്ങൾക്ക് അത്യാവശ്യം നല്ല സ്പെക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൈ അല്ലെങ്കിൽ എപ്പിക്ക് സിനിമാറ്റിക് അങ്ങനെയുള്ളതിലിടാം. പക്ഷെ എന്തുകൊണ്ടും ഒരു ഡെവലപ്പറിന് ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ എന്ന് പറയുന്നത് ഒരു മീഡിയം ഓർ ലോ ഹൈ ഈ ഒരു റേഞ്ചിലായിരിക്കും. കാര്യം നമ്മൾ ഗെയിം ഡെവലപ്പ് ചെയ്യുന്ന ടൈമിൽ നമുക്ക് അത്രയും ഒരു ക്വാളിറ്റീൻ്റെ ആവശ്യം വരുന്നില്ല. അതൊരു ആവശ്യമില്ലാത്ത ലോഡാണ് നമ്മൾ സിസ്റ്റത്തിന് കൊടുക്കുന്നത്. നമുക്കൊരു റെൻഡറിങ് ടൈമിലൊക്കെ അല്ലെങ്കിൽ എന്തെങ്കിലും ഒന്ന് ക്വാളിറ്റി ചെക്ക് ചെയ്യണമെന്നുള്ള ടൈമിലാണെങ്കിൽ മാത്രം നമ്മൾ സിനിമാറ്റിക്കിലേക്കോ എപ്പിക്കിലേക്കോ പോയാൽ മതി. സോ എന്തുകൊണ്ട് ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത് മീഡിയം ഓർ ലോ ഇട്ടിട്ട് ഡെവലപ്മെൻറ്റ് ടൈം യൂസ് ചെയ്യുന്നതായിരിക്കും ബെറ്റർ. ഓക്കെ, നമ്മൾ 3rd person ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇങ്ങനത്തെ ഒരു വ്യൂ പോർട്ടിലേക്കായിരിക്കും നമ്മൾ വരുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം തന്നെ ഈ വ്യൂ പോർട്ടിൽ ഇങ്ങനെ നമ്മളുടെ ക്യാമറ മൂവ് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ മൗസ് റൈറ്റ് ക്ലിക്ക് അതുപോലെ തന്നെ ആൾട്ട് കീ പ്രസ് ചെയ്തിട്ട് നമ്മളുടെ മൗസിനെ ലെഫ്റ്റ് ഓർ റൈറ്റിലേക്ക് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനൊരു ക്യാമറ മൂവ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ നമ്മളുടെ സ്ക്രോൾ ബട്ടൺ ഹോൾഡ് ചെയ്തിട്ട് അൾട്ട് നെക്കിക്കൊണ്ട് നമുക്ക് ഇങ്ങനെ മൂവ് ആക്കാൻ പറ്റും. അതുപോലെ നമ്മളുടെ ലെഫ്റ്റ് ക്ലിക്ക് ചെയ്തിട്ട് ജസ്റ്റ് ക്യാമറ നമ്മുടെ മൗസ് മൂവ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് ഇങ്ങനെ ഒരു മൂവ്മെൻറ്റ് കിട്ടും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ബേസിക് മൗസിൻ്റെ കൺട്രോൾസ് എന്ന് പറയുന്നത്. അതുപോലെ നമുക്കത് കസ്റ്റമൈസ് ചെയ്യാനും പറ്റും. ഇവിടെ ടോപ്പിൽ അതിനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ നമ്മളിപ്പോൾ അതിലേക്കൊന്നും പോകുന്നില്ല. നമുക്ക് ആദ്യം ബേസിക് ബാക്കി കാര്യങ്ങൾ നോക്കാം. അപ്പം അൺറിയൽ എഞ്ചിൻ്റെ ഹൈറാർക്കി എന്ന് പറയുന്നത് ഈ റൈറ്റ് സൈഡിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് നമുക്ക് ലെഫ്റ്റിലേക്ക് വേണമെങ്കിലും വെക്കാം. നമുക്ക് ഇഷ്ടമുള്ളിടത്ത് നമ്മളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ള സ്ഥലത്ത് നമുക്ക് ഇതിനെ വെച്ച് യൂസ് ചെയ്യാൻ പറ്റും. ആൻഡ് നിങ്ങൾക്കിവിടെ കുറേ ഓപ്ഷൻസ് കാണാൻ സാധിക്കും. സെലക്ഷൻ മോഡ്, ലാൻഡ്സ്കേപ്പ്, ഫോയിലേജ്, മെഷ് പെയിൻറ്റ്, മോഡലിങ്, ഫ്രാക്ചർ, ബ്രഷ് എഡിറ്റിങ്, ആനിമേഷൻ. സോ നമുക്കിപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഞാൻ ജസ്റ്റ് എല്ലാ ഓപ്ഷൻസും ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നതാണ്. അതിനുശേഷം നമുക്ക് ഇവിടെ ഒരു ക്യൂബിൻ്റെയും അതുപോലെ തന്നെ ഒരു പ്ലസ് ഐക്കണും കാണാൻ സാധിക്കും. അതിൽ നമ്മൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ കണ്ടൻറ്റിനെ ഇമ്പോർട്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ക്വിക്സൽ ബ്രിഡ്ജ് എന്ന് പറയുന്നത് നമ്മുടെ അൺറിയൽ എഞ്ചിൻ്റെ മാർക്കറ്റ് പ്ലേസ് നമുക്ക് കിട്ടുന്ന അൺറിയൽ എഞ്ചിൻ്റെ തന്നെ ഒരു അസറ്റ് സ്റ്റോർ പോലെ. ഇപ്പോൾ യൂണിറ്റിക്ക് അസറ്റ് സ്റ്റോർ ഉള്ള പോലെയാണിത്. ഇതിനകത്ത് നമുക്ക് ഫ്രീ ആയിട്ട് കുറേ മോഡൽസ് കിട്ടും. ലൈക്ക് സ്കാൻ ചെയ്തിട്ടുള്ള മോഡൽസ് കിട്ടും. അതായത് നമ്മളുടെ ഓരോ ഒബ്ജക്റ്റുകൾ, റിയൽ ലൈഫിലുള്ള ഒബ്ജക്റ്റുകളൊക്കെ സ്കാൻ ചെയ്തിട്ടുണ്ടാക്കുന്ന കുറേ മോഡലുകൾ ഉണ്ടാവും. അതൊക്കെ നമുക്ക് ക്യൂബ്സെൽ ബ്രിഡ്ജിൽ അവൈലബിൾ ആവും. അതുപോലെ തന്നെ മെറ്റീരിയൽസ് കിട്ടും. അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. നമുക്കിപ്പോൾ തൽക്കാലത്തേക്ക് അതിലേക്ക് പോകണ്ട. അതിനുശേഷം നമുക്കുള്ളത് കണ്ടൻറ് ബ്രൗസറാണ്. കണ്ടൻറ് ബ്രൗസർ എന്ന് പറയുന്നത് നമുക്ക് ഈ ഗെയിമിലേക്ക് ഓരോ ഒബ്ജക്റ്റുകളെ അതുപോലെ തന്നെ ഓരോ ഫയൽസ്, ഓഡിയോ, വീഡിയോ, ഇമേജ്, മെറ്റീരിയൽസ്, ടെക്സ്ചർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പുറത്തുനിന്ന് ചെയ്തിട്ട് നമ്മളുടെ പ്രോജക്റ്റിലേക്ക് ഇമ്പോർട്ട് ചെയ്യാനുള്ളൊരു സ്ഥലമാണ് കണ്ടൻറ് ബ്രൗസർ. ഓക്കെ, അതിനുശേഷം നമുക്കുള്ളത് തന്നെ ബേസിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. അതിനകത്ത് തന്നെ ആക്ടർ, ക്യാരക്ടർ, പൗണ്, പോയിൻ്റ് ലൈറ്റ്, പ്ലെയർ സ്റ്റാർട്ട്, ട്രിഗർ ബോക്സ്, ട്രിഗർ സ്പിയർ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ടാവും. പിന്നെ നമുക്ക് വരുന്നതാണ് ലൈറ്റിൻ്റെ ഓപ്ഷൻ. ലൈറ്റിനകത്തും അതുപോലെ തന്നെ നമുക്ക് പല ടൈപ്പിലുള്ള ലൈറ്റുകളുണ്ടാവും. ഇതിൽ നമുക്ക് സിനിമാറ്റിക് എന്ന് പറഞ്ഞൊരു ഓപ്ഷനിൽ വരുന്ന ഇതെന്ന് പറയുന്നത് കൂടുതലും നമ്മളിപ്പോൾ അൺറിയൽ എഞ്ചിൻ ഡെവലപ്പേഴ്സിനെക്കാട്ടിയും കുറച്ചുകൂടെ സിനിമാറ്റിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടുതലും യൂസ്ഫുൾ ആവുന്നത്
ഈ വീഡിയോ ഒക്കെ ഉണ്ടാക്കുന്ന ആളുകളുണ്ടല്ലോ, നമ്മുടെ VFX ആർട്ടിസ്റ്റ്, അങ്ങനെയുള്ള ആളുകൾക്കാണ് സിനിമാറ്റിക് എന്ന് പറയുന്നൊരു ഓപ്ഷൻ കൂടുതലും യൂസ്ഫുൾ ആവുന്നത്. നമ്മൾ ഡെവലപ്പേഴ്സും ഇത് യൂസ് ചെയ്യും. ഇത് ഞാൻ പിന്നെ എക്സ്പ്ലെയിൻ ചെയ്തു തരാം. അപ്പം പിന്നെ വരുന്ന നമുക്ക് ഷേപ്സ് എന്ന് പറയുന്നൊരു ഓപ്ഷനാണ്. ഇതിനകത്ത് നമുക്ക് പല ടൈപ്പിലുള്ള ഷേപ്പുകൾ കാണാൻ പറ്റും. ക്യൂബ്, സ്പിയർ, സിലിണ്ടർ, കോണ്, പ്ലെയിന്. ഓക്കെ. അതുപോലെ നമുക്ക് മീഡിയ പ്ലേറ്റ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. വിഷ്വൽ എഫക്ട്സ് ഉണ്ട്. വിഷ്വൽ എഫക്ട്സ് എന്ന് പറയുമ്പോൾ നമ്മുടെ പാർട്ടിക്കിൾസ്, അതുപോലെ തന്നെ സ്കൈ അറ്റ്മോസ്ഫിയർ, പോസ്റ്റ് പ്രോസസ് വോളിയം, ഇതൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടൂൾസാണ്. ഇതൊക്കെ നമുക്ക് ഫ്യൂച്ചറിൽ ഓരോ ട്യൂട്ടോറിയലിൽ നമുക്കിത് കവർ ചെയ്ത് പോകാം. അതിനുശേഷം അതുപോലെ തന്നെ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഓപ്ഷൻസാണ് വോളിയം, നാവ് മെഷ്. ഓക്കെ. അതിനുശേഷം നമുക്ക് കുറേ ക്ലാസ്സുകൾ കാണാൻ പറ്റും. ഇത്രയാണ് ഇപ്പോൾ നമുക്കിവിടെ ബേസിക്കായിട്ട് ഈ ഒരു ഓപ്ഷനിൽ വരുന്നത്. അതിനുശേഷം നമുക്ക് പിന്നെ ഒരു ഓപ്ഷൻ വരുന്നത് കാണാം. ഇതിനകത്ത് നമ്മളുടെ ലെവലിൻ്റെ കംപ്ലീറ്റ് ബ്ലൂ പ്രിൻ്റ്, അതായത് നമ്മളിപ്പോൾ ഒരു ലെവലിലാണുള്ളത്, ആ ലെവലിൻ്റെ പേരാണ് ടോപ്പിൽ കാണിക്കുന്നത് തേർഡ് പേഴ്സൺ മാപ്പ് എന്ന്. ഓക്കെ. അപ്പോൾ ആ മാപ്പിൻ്റെ ബ്ലൂ പ്രിൻറ്റിന് വേണ്ടിയിട്ടുള്ളതാണ് ആ ഒരു ഓപ്ഷൻ. ഇതിപ്പോൾ കംപ്ലീറ്റ്ലി ക്ലീൻ ആയിട്ടുള്ളൊരു ബ്ലൂ പ്രിൻ്റാണ്. ഇതിനകത്ത് ഒന്നുമില്ല. നമുക്ക് അതിനെ ഡ്രാഗ് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവന്ന് വെക്കാം. കുറച്ചുകൂടെ ഈസി ആയിരിക്കും നാവിഗേറ്റ് ചെയ്യാനപ്പോൾ. ഓക്കെ. അപ്പോൾ ഈ ബ്ലൂ പ്രിൻ്റ് എന്ന് പറയുന്നത് നമ്മൾ വിഷ്വൽ സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പോൾ നിങ്ങൾ അതിലേക്ക് കൂടുതൽ നോക്കണം. നമ്മൾ നെക്സ്റ്റ് ട്യൂട്ടോറിയലിൽ വിഷ്വൽ സ്ക്രിപ്റ്റിങ്ങിനെ കുറിച്ച് പഠിപ്പിക്കും. അന്നേരം അതിലേക്ക് പോയാൽ മതി. ഓക്കെ. അപ്പോൾ അതിലിത്രേ നമുക്ക് നോക്കാനുള്ളൂ. ബാക്കിയൊന്നും ഇപ്പോഴും ആവശ്യമില്ല. അതിനുശേഷം എഗെയിൻ നമുക്ക് വരുന്നത് പുതിയ സീക്വൻസ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ്. സീക്വൻസ് മീൻസ് നമ്മൾ ക്യാമറ മൂവ്മെൻറ്റ് ചില ഗെയിംസിലൊക്കെ, ഗെയിമിന് ഇൻട്രോ സീനിലൊക്കെ, ഇപ്പോൾ നമുക്ക് GTA ആയാൽ പോലും ക്യാമറ ചിലപ്പോൾ ഇങ്ങനെ ടോപ്പ് ക്യാരക്ടറിലേക്ക് വരുന്നൊരു ഫീലൊക്കെ ഉണ്ടാവില്ല. അതൊക്കെ ക്രിയേറ്റ് ചെയ്ത് നമ്മൾ സീക്വൻസസ് വെച്ചിട്ടാണ്. അതുപോലെ തന്നെ ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മളുടെ ഗെയിമിലേക്ക് പോകും. നമ്മളെ ക്യാരക്ടറിനെ അങ്ങനെ പ്ലേ ചെയ്യാൻ പറ്റും. ഓക്കെ. അതിനുശേഷം നമുക്ക് ഈ ഒരു പ്ലേയ്ക്കകത്ത് തന്നെ പല ഓപ്ഷൻസ് ഉണ്ട്. നമുക്ക് ഈ ഒരു ബട്ടൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഗെയിം പ്ലേ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ തന്നെ നമുക്കിങ്ങനെ ക്യാമറ മൂവ് ചെയ്തിട്ട് എവിടെയെങ്കിലും എന്തെങ്കിലും പ്രശ്നമുണ്ടോ ഇതൊക്കെ ചെക്ക് ചെയ്യാൻ പറ്റും. ഓക്കെ. ഇപ്പോൾ എൻ്റെ ക്യാരക്ടറോടെ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും. ഈ മൂവ്മെൻറ്റിന് നമ്മൾ ഐഡൽ ആനിമേഷൻ എന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ആനിമേഷൻ്റെ ട്യൂട്ടോറിയലിൽ നമുക്കതിനെക്കുറിച്ച് കൂടുതൽ സംസാരിക്കാം. അപ്പോൾ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. ഓക്കെ. അതിനുശേഷം നമ്മൾ നേരെ പിന്നെ ഒരു ജോയിസ്റ്റിക്കിൻ്റെ ഓപ്ഷൻ കാണാം. അത് ക്ലിക്ക് കഴിഞ്ഞാൽ നേരെ തിരിച്ച് നമ്മൾ ഗെയിമിലേക്ക് തന്നെ പോകുന്നതായിരിക്കും. ഈ ഒരു ഓപ്ഷൻ നമ്മൾ യൂസ് ചെയ്യുന്നത് നമ്മളുടെ ഗെയിം ബിൽഡ് ചെയ്യാനും പാക്കേജ്, അതായത് ഗെയിം കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം പാക്കേജായിട്ട് നമ്മൾ എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് യൂസ് ചെയ്യുന്നത്. ഇപ്പോൾ അതിലേക്ക് നോക്കേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ നമ്മളുടെ സിസ്റ്റത്തിൽ നമുക്ക് ഈ ഗെയിമിനെ ലോഞ്ച് ചെയ്യാൻ പറ്റും. അത് ബിൽഡ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ടെസ്റ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ള ഓപ്ഷൻസൊക്കെ ഇതിലുണ്ട്. ആൻഡ് അതിനുശേഷം നമുക്കിവിടെ ലെഫ്റ്റിലേക്ക് വരുമ്പോൾ പെർസ്പെക്റ്റീവ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. അതിൽ നമ്മൾ ടോപ്പ് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മളുടെ ഗെയിമിൻ്റെ ആപ്പിൻ്റെ ടോപ്പ് വ്യൂവിലേക്കാണ് നമ്മൾ പോകുന്നത്. കണ്ടോ, നമ്മളുടെ ടോപ്പ് നമ്മളുടെ മാപ്പ് കാണുമ്പോൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. അതുപോലെ തന്നെ നമുക്ക് ബോട്ടം ഉണ്ട്. ബോട്ടം നമ്മുടെ മാപ്പ് എങ്ങനെ കാണുന്നതെന്നുള്ളത്, ലെഫ്റ്റ് ഉണ്ട്, റൈറ്റ് ഉണ്ട്, അതുപോലെ തന്നെ ഫ്രണ്ട്, ബാക്ക്, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. സോ നമുക്ക് എന്തായാലും പെർസ്പെക്റ്റീവിലേക്ക് തന്നെ പോവാം. അതിനുശേഷം നമുക്കിതിനിവിടെ ഒരു ലിറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ലിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ റെൻഡർഡ് ആയിട്ടുള്ളൊരു സീൻ നമുക്കിവിടെ കാണാൻ പറ്റും. റെൻഡർഡ് മീൻസ് നമുക്ക് ഫുള്ളൊരു എങ്ങനെയാണൊരു സീൻ ഉള്ളത് അതിനെ നമുക്ക് ലിറ്റിലിട്ട് കഴിഞ്ഞാൽ കാണാൻ സാധിക്കും. നമുക്ക് അൺലിറ്റിലേക്ക് പോയി കഴിഞ്ഞാൽ നമ്മളുടെ ബ്ലെൻഡറൊക്കെ യൂസ് ചെയ്തിട്ടുള്ളവർക്ക് അറിയാം. അൺലിറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബ്ലെൻഡറിൽ നമ്മൾ സോളിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ടല്ലോ, അതിന് സമാനമായിട്ടുള്ളൊരു ഓപ്ഷനാണ് ഈ അൺലിറ്റ് എന്ന് പറയുന്നത്, എൻ്റർ ചെയ്തത്. ഓക്കെ. പിന്നെ നമുക്ക് വയർ ഫ്രെയിം എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാത്തിനെയും ഒരു എക്സ്റേ വിഷൻ എന്നൊക്കെ പറയുന്ന പോലെ നമുക്ക് എല്ലാ ഒബ്ജക്റ്റിനെയും ഒരു വയർ ഫ്രെയിമായിട്ട് അതിൻ്റെ ജസ്റ്റ് ആ ഒരു മെഷീനെ നമുക്ക് സ്കാൻ ചെയ്ത പോലത്തെ ഒരു വ്യൂ കിട്ടും. ഓക്കെ. അതുപോലെ തന്നെ നമുക്ക് വേറെയും കുറേ ഡീറ്റെയിൽ ലൈറ്റിങ്, അതുപോലെ തന്നെ പ്ലെയർ കൊളീഷൻ, ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. ഇപ്പോൾ അതിലേക്കൊന്നും പോകേണ്ട ആവശ്യമില്ല. ഇപ്പോൾ നമുക്ക് ലിസ്റ്റിലേക്ക് തന്നെ തിരിച്ചു വരാം. അതിനുശേഷം ഷോ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. ഇതിൽ നമുക്ക് എല്ലാം അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമുക്കിപ്പോൾ ആൻറ്റി അലൈസിങ്, അതുപോലെ തന്നെ അറ്റ്മോസ്ഫിയർ, നമുക്ക് വേണ്ടാത്ത സാധനങ്ങളൊക്കെ നമുക്കിവിടെ ഓഫ് ചെയ്താൻ പറ്റും ഡെവലപ്മെൻറ്റ് ടൈമിലേക്ക് വേണ്ടി. അതുപോലെ ഇപ്പോൾ എനിക്ക് കൊളീഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ എനിക്ക് എല്ലാ ബോക്സിൻ്റെ പുറത്തൊരു ലൈൻ വരുന്നത് കാണാം. അതിനെയാണ് നമ്മൾ കൊളീഷൻ എന്ന് പറയുന്നത്. അതായത് ഇപ്പോൾ ഒരു പ്ലെയർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ കൊളീഷൻ, അതായത് അവിടെ ഒരു കൊളൈഡറാണത്, അതിൻ്റെ അപ്പുറത്തേക്ക് ആ ഒരു പ്ലെയറിനെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് ആ കൊളീഷൻ റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ആ ഒരു പ്ലെയറിനെ അതിൻ്റെ അപ്പുറത്തേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ നമ്മൾ പബ്ജി കളിച്ചിട്ടുള്ളവർക്കറിയാം, ഒരു വാളിൽ ചെന്ന് കഴിഞ്ഞാൽ ആ വാളിൻ്റെ അടുത്ത് ചെന്ന് കഴിഞ്ഞാൽ പ്ലെയർ ബ്ലോക്ക് ആവും, പ്ലെയറിന് അപ്പുറത്തേക്ക് പോകാൻ സാധിക്കില്ല.
അതിൻ്റെ മെയിൻ കാരണമാണ് ഈ കൊളൈഡർ എന്ന് പറയുന്നൊരു കൊളീഷൻ ബിൽഡ് ചെയ്യുന്ന സാധനമാണ് കൊളൈഡർ. ഓക്കെ, പിന്നെ നമുക്ക് ലാൻഡ്സ്കേപ്പിനെ ഹൈഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അതുപോലെ തന്നെ കുറച്ച് ബാക്കിയുള്ള അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കുറച്ച് ഓപ്ഷൻസാണ് അതിലുള്ളത്. ഓക്കെ, ഇനി നമുക്ക് ഇവിടേക്ക് വരുമ്പോൾ ഡീറ്റെയിൽ അതുപോലെ തന്നെ വേൾഡ് സെറ്റിങ്സ് എന്ന് പറയുന്നൊരു 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പോൾ ചിലർക്ക് ചിലപ്പോൾ ഈ ഡീറ്റെയിൽ എന്ന് പറയുന്നൊരു പാനൽ ഉണ്ടാവില്ല. സോ നമുക്കത് വരാനായിട്ട് നമ്മളിവിടെ വിൻഡോയിൽ പോവുക. വിൻഡോയിൽ ഡീറ്റെയിൽ എന്ന് പറയുന്ന പാനൽ ഓപ്പൺ ചെയ്തിട്ടില്ലെങ്കിൽ അവിടെ ജസ്റ്റ് ക്ലിക്ക് ചെയ്താൽ മതി, ഓപ്പൺ ആവും. അതുപോലെ തന്നെ നിങ്ങൾക്ക് വേൾഡ് സെറ്റിങ്സ് ഇല്ലെങ്കിലും അത് ഇവിടെ തന്നെ നമുക്ക് എനേബിൾ ചെയ്യാൻ പറ്റും. സോ ഉള്ളവർ അതിലൊന്നും ചെയ്യണ്ട, ഇങ്ങനെ തന്നെ ചെയ്താൽ മതി. ഓക്കെ, അപ്പോൾ ഈ വേൾഡ് സെറ്റിങ്സ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഈ ഗെയിമിൻ്റെ ഒരു മാപ്പിൻ്റെ, അതായത് ഈ ഒരു ലെവലിൻ്റെ മൊത്തത്തിലുള്ള സെറ്റിങ്സാണ് ഈ വേൾഡ് സെറ്റിങ്സിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ നമുക്ക് ഡീറ്റെയിൽസ് എന്ന് പറയുന്നൊരു പാനലിൽ പോയി കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഒരു ക്യൂബ് സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ആ ക്യൂബിൻ്റെ ഡീറ്റെയിൽസാണ് എനിക്കിവിടെ കിട്ടുന്നത്. എനിക്കിപ്പോൾ വേണമെങ്കിൽ ആ ക്യൂബിനെ ഇവിടുന്ന് നിന്നുകൊണ്ട് ഈ ക്യൂബിൻ്റെ മെറ്റീരിയൽ മാറ്റാം. കണ്ടോ, എനിക്കിവിടെ നിന്നുകൊണ്ട് ക്യൂബിൻ്റെ മെറ്റീരിയലിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. ഓക്കെ, അതിനാണ് നമ്മൾ ഡീറ്റെയിൽ പാനൽ യൂസ് ചെയ്യുന്നത്. ആൻഡ് ആ ക്യൂബിൻ്റെ എനിക്ക് ഇവിടെ നിന്ന് സൈസ് കൂട്ടുകയും കുറയ്ക്കുകയും ചെയ്യാം. അതുപോലെ റൊട്ടേഷൻ, ലൊക്കേഷൻ എല്ലാം ഇവിടുന്ന് എനിക്ക് മാനേജ് ചെയ്യാൻ പറ്റും. ഇത്രയാണ് നമ്മളുടെ ബേസിക് ഒരു വ്യൂ പോർട്ടിൽ നമുക്കൊരു ഡെവലപ്പറിന് ചെയ്യാനുള്ള കാര്യങ്ങൾ. ആൻഡ് ഇവിടെ വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ ഇപ്പോൾ ക്യാമറ മൂവ് ചെയ്യുമ്പോൾ ചിലർക്ക് നല്ല സ്പീഡിലൊക്കെ ഉണ്ടാവുക. അപ്പം നോർമലി ഇപ്പോൾ 3-ലാണുള്ളത്. നിങ്ങൾക്ക് ചിലപ്പോൾ നല്ല സ്പീഡിലാണെങ്കിൽ നിങ്ങൾക്ക് മൗസ് ഒരു കൺട്രോൾ കിട്ടത്തില്ല ഇതിൽ. അതായത് നിങ്ങളിപ്പോൾ മൗസ് മൂവ് ചെയ്യുമ്പോൾ നല്ല സ്പീഡിൽ ഈ ഒരു വ്യൂ പോർട്ട് പോകും. അങ്ങനത്തെ എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ ഇവിടെ വരിക, ക്യാമറയുടെ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇപ്പോൾ ഞാനിപ്പോൾ 96 ഇട്ടപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും നല്ല സ്പീഡിലാണ് ക്യാമറ മൂവ് ചെയ്യുന്നുണ്ടോ. ഓക്കെ, നിങ്ങളുടെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു ഇതിലേക്ക് നിങ്ങളതിനെ മാറ്റുക. 3 എന്ന് പറയുമ്പോൾ അത്യാവശ്യം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ളൊരു സ്പീഡാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് 3 തന്നെ ഇടാം. ഇതുപോലത്തെ ഒരു ക്യൂബിനെ നമുക്ക് എങ്ങനെ മാനുവലി ഈ ഒരു സീനിലേക്ക് ആഡ് ചെയ്യാൻ പറ്റും എന്നുള്ളത് കാണിച്ചു തരാം. അപ്പോൾ അതിന് മുന്നേയായിട്ട് നമുക്ക് ഈ ഇതിലുള്ള ഈ വേണ്ടാത്ത കുറച്ച് ക്യൂബ്സൊക്കെ നമുക്കൊന്ന് റിമൂവ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഹയറാർക്കി എന്താണെന്ന് അറിയാത്തവർക്കായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഹയറാർക്കി കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമ്മളുടെ ഈ സീനിലുള്ള എല്ലാ ഒബ്ജക്റ്റുകളെയും നമുക്കിവിടെ കാണാൻ പറ്റും. ഇതിപ്പോൾ ഒരു ഷേപ്പ് ആയിക്കോട്ടെ, ഒരു ഓഡിയോ ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഒരു MP4 ആയിക്കോട്ടെ, എന്തായിക്കോട്ടെ, ഒരു പ്ലെയറിൻ്റെ മെഷ് ആയിക്കോട്ടെ, എന്ത് തന്നെ ആയാലും നമുക്കിത് ഇവിടെ കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ ഈ സിലിണ്ടർ എന്ന് പറയുന്നതാണ് നമ്മളുടെ ഈ വെച്ചിരിക്കുന്ന സിലിണ്ടറുകളെയാണ് ഇതിനകത്ത് ഈ റൈറ്റ് സൈഡ് ഹയറാർക്കിയിൽ സിലിണ്ടർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഇതിനകത്ത് ഡിലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സീനിൽ നിന്ന് ആ സിലിണ്ടർ പോയിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ബ്ലോക്കിനകത്ത് നിന്ന് ഇതിനെ ഡിലീറ്റ് ചെയ്യാം. അതുപോലെ എല്ലാത്തിലും നമുക്ക് ഈ ഒരു വേണ്ടാത്ത ആവശ്യമില്ലാത്ത ഒബ്ജക്റ്റുകളെല്ലാം കളയാം. ഓക്കെ, ഇപ്പോൾ ക്ലീൻ ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ ലെവൽ ക്ലീൻ ആയിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇതും റിമൂവ് ചെയ്യാൻ പറ്റും, പക്ഷെ നമ്മളിപ്പോൾ അത് റിമൂവ് ചെയ്യുന്നില്ല. കാര്യം അതവിടെ ഇരിക്കട്ടെ. നമുക്കിതിലേക്ക് ഇനി എങ്ങനെ നമുക്കൊരു ക്യൂബ് ആഡ് ചെയ്യാമെന്ന് നോക്കാം. ക്യൂബ് ആഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ ടോപ്പിൽ ഒരു ബോക്സും ഒരു പ്ലസ് ഐക്കണും ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം ഷേപ്സ് എന്നുള്ളതിലേക്ക് വരിക, റൈറ്റ് സൈഡിലേക്ക് മൂവ് ചെയ്യുക മൗസ്, ക്യൂബ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ സീനിലൊരു പുതിയൊരു ക്യൂബ് വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ഈ ക്യൂബിൻ്റെ ഡീറ്റെയിൽസിൽ പോയിട്ട് ക്യൂബിൻ്റെ സൈസ് കൂട്ടാനും കുറയ്ക്കാനും ഒക്കെ പറ്റും. അതുപോലെ തന്നെ നമുക്ക് ഇവിടുന്ന് വ്യൂ പോർട്ടിൽ നിന്ന് തന്നെ നമുക്ക് മൂവ് ചെയ്യാനും സാധിക്കും ക്യൂബിനെ ഇതുപോലെ. സോ നമുക്ക് ഇതുപോലെ കുറേ ക്യൂബ്സ് വെച്ചിട്ട് ജസ്റ്റ് ഒരു വീട് പോലെയൊക്കെ ആക്കാൻ പറ്റും. ആക്ച്വലി നമ്മൾ ഒരു ഗെയിമിനകത്തുള്ള മോഡലുകളൊക്കെ നമ്മൾ ബ്ലെൻഡർ എന്ന് പറയുന്നൊരു ടൂളും അതുപോലെ തന്നെ മായ എന്ന് പറയുന്നൊരു ടൂളുമാണ് ഇപ്പം കൂടുതൽ ആളുകൾ യൂസ് ചെയ്യുന്നത്. ഗെയിം ഡെവലപ്മെൻ്റ് ആയാലും ആനിമേഷൻ്റെ ആയാലും എന്തിനായാലും മായയും ബ്ലെൻഡറുമാണ് ഇപ്പോൾ കൂടുതൽ ആളുകൾ യൂസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. മായ എന്ന് പറയുമ്പോൾ ഒരു പെയ്ഡ് സോഫ്റ്റ്വെയർ ആണ്. അതൊരു 3D ആർട്ടിസ്റ്റുകൾ യൂസ് ചെയ്യുന്നതാണ്. ലൈക്ക് ഗെയിമിൻ്റെ ക്യാരക്ടർ ആർട്ടിസ്റ്റും അതുപോലെ തന്നെ ഗെയിമിൻ്റെ എൻവറോൺമെൻറ്റ് ഡിസൈനേഴ്സും ഒക്കെ യൂസ് ചെയ്യുന്നത് മായയാണ്. മായ പെയ്ഡ് ടൂളാണ്. അത് നിങ്ങളെ കൊണ്ട് അഫോർഡ് ചെയ്യാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബ്ലെൻഡർ ഡൗൺലോഡ് ചെയ്യാം. ബ്ലെൻഡർ ഒരു ഓപ്പൺ സോഴ്സ് ടൂളാണ്. അപ്പം നമുക്ക് ഒരു 3D മോഡലിങ്ങിൻ്റെ ഒരു ട്യൂട്ടോറിയൽ അതൊരു സെപ്പറേറ്റ് പാർട്ടായിട്ട് നമുക്ക് ഇടാം. ഓക്കെ, അപ്പം ഇപ്പോൾ നിങ്ങൾക്ക് അത്രയും ഡീപ്പിലേക്ക് പോകണ്ട. അപ്പോൾ നമുക്ക് ജസ്റ്റ് ബേസായിട്ട് ഇങ്ങനെ ഒരു ക്യൂബ് വെച്ചിട്ട് എങ്ങനെ ഒരു റൂം പോലെ ചെയ്യുന്നത് നമുക്ക് കാണിച്ചു തരാം. ഓക്കെ, ആദ്യം തന്നെ നമ്മളൊരു ക്യൂബ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ക്യൂബിനെ ഇങ്ങനെ ആക്കി ആൻഡ്
Ctrl+C Ctrl+V ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു ക്യൂബിൻ്റെ കോപ്പി കിട്ടുന്നതായിരിക്കും. ആ ഒരു കോപ്പി എടുത്തിട്ട് നമുക്ക് മൂവ് ചെയ്ത് ഇങ്ങോട്ടേക്ക് വെക്കാം. അതുപോലെ ആ ക്യൂബിനെ കൂടെ സെലക്ട് ചെയ്യുക. എന്നിട്ട് നമുക്കതിനെ 2 ക്യൂബിനെ സെലക്ട് ചെയ്തിട്ട് ഇഷ്ടമുള്ള സൈഡിലേക്ക് മാറ്റി വെക്കാൻ പറ്റും. കാണിച്ചു തരാം. ഓക്കെ, ഇങ്ങനെ. ഇപ്പോൾ ഈ ക്യൂബിൻ്റെ കളർ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല, അപ്പോൾ എനിക്ക് ഇതിൻ്റെ കളർ മാറ്റണം. അപ്പോൾ ഞാൻ ഈ റൈറ്റ് സൈഡിലേക്ക് വരിക, മെറ്റീരിയൽസിൽ പോയിട്ട് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പുതിയൊരു മെറ്റീരിയൽ ആഡ് ചെയ്യാം. ഓക്കെ, അല്ല നിങ്ങൾക്കിപ്പോൾ ഈ മെറ്റീരിയൽസിനകത്തുള്ള കളറുകളൊന്നും ഇഷ്ടപ്പെട്ടില്ല, നിങ്ങൾക്ക് കസ്റ്റമായിട്ടൊരു കളർ ആഡ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഡബിൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ. എന്നിട്ട് ഇങ്ങനെ ഒരു വിൻഡോ ഓപ്പൺ ആയി വരുന്നത് ഡ്രാഗ് ചെയ്ത് നമ്മുടെ മറ്റേ ലെവലിൻ്റെ വിൻഡോയിൽ അതിൻ്റെ കൂടെ കൊണ്ടുവെക്കണം. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് നാവിഗേറ്റ് ചെയ്യാൻ സിമ്പിളായിരിക്കും. അതിനുശേഷം നമുക്കിവിടെ കാണാൻ സാധിക്കും ഒരു റെഡ് കളറിലുള്ള ഒരു നോഡ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇതിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിങ്ങനെ ഒരു കളർ പിക്കർ വരും. ഈ കളർ പിക്കറിൽ നമുക്ക് ഏത് കളറാണ് ആവശ്യമുള്ളതെന്ന് വെച്ചാൽ ആ കളറിനെ സെലക്ട് ചെയ്ത് കൊടുക്കാൻ പറ്റും. ഞാനിപ്പോൾ ഒരു ഗ്രേ പോലത്തെ ഒരു കളറാണ് സെറ്റ് ചെയ്യുന്നത്. ഓക്കെ, ശേഷം അപ്ലൈ എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മുടെ ക്യൂബിൻ്റെ കളർ ഗ്രേ പോലെ ആയി. ഓക്കെ, നമുക്ക് ഇതിലുള്ള ഒരു ക്യൂബിനെ ഒന്നും കൂടെ കോപ്പി ചെയ്യേണ്ടതായിട്ടുണ്ട്. Ctrl+C Ctrl+V. അതിന് ശേഷം ഇങ്ങനെ എടുക്കുക, റൊട്ടേഷൻ ടൂൾ ഓൺ ആക്കുക, ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്യുക. നമുക്ക് കുറച്ചുകൂടെ ഈ സിമ്പിളാണ്. ഇതിനകത്ത് തന്നെ ആ ഒരു നമ്പർ എഴുതി കാണിക്കുക എത്ര ഡിഗ്രിയിലാണ് ഇതിപ്പോൾ റൊട്ടേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കറക്റ്റ് 90 വരുമ്പോൾ സ്റ്റോപ്പ് ചെയ്യുക. ശേഷം മൂവ് ടൂളിൽ പോവുക, മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവെക്കുക. അപ്പോൾ കറക്റ്റ് സൈസൊന്നും കറക്റ്റ് ആക്യുറേറ്റ് അല്ല, ഞാൻ ജസ്റ്റ് കാണിച്ച് തരുവാണ് എങ്ങനെ ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, ആ ഒരു ക്യൂബും സെലക്ട് ചെയ്യുക, Ctrl+C Ctrl+V. അതിന് ശേഷം ആ ക്യൂബിനെ ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഒരു ജസ്റ്റ് ഒരു റൂം പോലെ ആയിട്ടുള്ളത്. ഓക്കെ, ഇനി നമ്മൾ ക്യാരക്ടറിനെ പ്ലേ ചെയ്യുമ്പോൾ കാണാം അങ്ങനെ ഒരു റൂമിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ ഒരു കൊളീഷൻ്റെ കാര്യം ഞാൻ നേരത്തെ പറഞ്ഞിരുന്നല്ലോ. ഓക്കെ, അപ്പോൾ ആ കൊളീഷൻ ഉള്ളത് കൊണ്ടാണ് ഇപ്പോൾ ഈ ക്യാരക്ടറിനെ ആ ഒരു റൂമിൻ്റെ അകത്തേക്ക് എൻ്റർ ചെയ്യാൻ പറ്റാത്തത്. ഓക്കെ, അപ്പോൾ അതെങ്ങനെ നമുക്ക് റിമൂവ് ചെയ്യുന്നത് നോക്കാം. അപ്പോൾ കൊളീഷൻ റിമൂവ് ചെയ്യാനായിട്ട് നമ്മൾ ആ ഒരു വാളിൽ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം നമുക്കിവിടെ റൈറ്റ് സൈഡ് ഡീറ്റെയിൽ പാനൽ വരുമ്പോൾ കൊളീഷൻ എന്ന് നമ്മൾ സെർച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്കൊരു ഓപ്ഷൻ കാണാൻ സാധിക്കും. ഇതിൽ നമ്മൾ നോ കൊളീഷൻ എന്നാക്കി കൊടുക്കുക. കൊളീഷൻ പ്രീസെറ്റ്സിൽ നമ്മൾ നോ കൊളീഷൻ ആക്കി കൊടുക്കുക. അതിനുശേഷം നമുക്ക് ഈ കൊളീഷൻ ഇല്ലാത്ത വാൾ ഏതാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യണ്ടേ. അതിന് വേണ്ടിയിട്ട് നമുക്ക് അതിന് വേറൊരു മെറ്റീരിയൽ ആഡ് ചെയ്യാം. നമുക്കൊരു ബ്ലൂ മെറ്റീരിയൽ കൊടുക്കാം. ഓക്കെ, ഇനി നമ്മൾ സേവ് ചെയ്തതിന് ശേഷം പ്ലേ ചെയ്ത് നോക്കാൻ കാണാം നമ്മളുടെ ആ ഒരു വാളിനകത്ത് നമുക്ക് എൻ്റർ ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഈ ഗോസ്റ്റിൻ്റെ മൂവീസിലൊക്കെ വാളിൽ കൂടെ എൻ്റർ ചെയ്യുന്ന പോലെ. ഓക്കെ, ബാക്കിയുള്ള വാളിലൊന്നും നമുക്കങ്ങനെ എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല, കാര്യം അവിടെയൊക്കെ കൊളീഷൻ ഉണ്ട്. പക്ഷേ ഈ ഒരു വാളിൽ കൊളീഷൻ ഇല്ല. ഓക്കെ, അപ്പോൾ കൊളീഷൻ എന്താണെന്ന് നിങ്ങൾക്കൊരു ബേസ് ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. നമുക്കത് വേറൊരു ട്യൂട്ടോറിയലായിട്ട് തന്നെ ചെയ്യാനുണ്ട്. കുറേ കാര്യങ്ങളുണ്ട് കൊളീഷനെ പറ്റിയിട്ട് തന്നെ. ഓക്കെ, അപ്പോൾ നമുക്ക് ഒരു ബേസ് ഐഡിയ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ട്യൂട്ടോറിയലോട് വൈൻഡ് അപ്പ് ചെയ്യാം. ഞാൻ നെക്സ്റ്റ് ട്യൂട്ടോറിയൽ നിങ്ങൾക്ക് എങ്ങനെ നമുക്കൊരു സ്വന്തമായിട്ടൊരു ഗെയിം ഇതിനകത്ത് ബിൽഡ് ചെയ്യാവുന്നു, ലൈക്ക് ഒരു കോയിൻ കളക്ട് ചെയ്യുന്ന പോലത്തെയോ അല്ലെങ്കിൽ ഒരു ഒബ്ജക്റ്റുമായിട്ട് എങ്ങനെ ഇൻട്രാക്ട് ചെയ്യാൻ പറ്റും പ്ലെയറിന്. ലൈക്ക് നമ്മളിപ്പോൾ പബ്ജി കളിച്ചിട്ടുള്ളവർക്കറിയാം, നമ്മൾ മൊബൈലിലാണെങ്കിൽ നമ്മളൊരു ഗണ്ണിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ ഒരു മെസ്സേജ് പോലെ കാണിക്കുകയോ ആ ഒരു ഗണ്ണിൻ്റെ ഐക്കൺ കാണിക്കും. നമ്മളത് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഗണ്ണ് നമ്മളുടെ ബാഗിലേക്ക് വരും. അവിടെ സംഭവിക്കുന്നത് പറഞ്ഞാൽ ആ പ്ലെയർ ആ ഒരു ഒബ്ജക്റ്റുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുകയാണെങ്കിൽ. ഓക്കെ, അപ്പോൾ അതുപോലത്തെ ഒരു സെറ്റപ്പ് നമ്മളിപ്പോൾ ഒരു പ്ലെയറിന് ഒരു ക്യൂബിൻ്റെ അടുത്ത് ഞാൻ വന്നു കഴിയുമ്പോൾ ലൈക്ക് ഞാനിപ്പോൾ ഈ ഒരു ക്യൂബിൻ്റെ അടുത്ത് വന്നിട്ട് എഫ് നെക്കി കഴിഞ്ഞാൽ ഈ ക്യൂബ് ഹൈഡായി പോകും അല്ലെങ്കിൽ ഡിസ്ട്രോയ് ആയി പോകും. ഓക്കെ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അപ്പോൾ നമുക്ക് നാളത്തെ ട്യൂട്ടോറിയൽ ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.